ഇന്നിപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടായി എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച ഒരു സ്റ്റേറ്റാണ്. അതിന് കുറേ വാർത്തയൊക്കെ ഉണ്ടാക്കി, ഒരു ആൻറ്റി പ്രചരണമൊക്കെ ഉണ്ടാക്കി, സമരമൊക്കെ നടത്തി എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് കരുതിയ ഒരു സ്റ്റേറ്റാണ് കേരളം. അവിടെ കിടക്കണു ഇപ്പോൾ UDF അനുകൂലമായ ഒരു വികാരം. ഇത് തീരെ പ്രതീക്ഷിച്ചാണ്. ഉമ്മൻചാണ്ടി മൈതാനിയിലിറങ്ങി പാവപ്പെട്ടവൻ്റെ പെറ്റീഷനും വാങ്ങി അതിന്മേൽ അപ്പം തന്നെ ഓർഡർ ഇട്ടാൻ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അതൊന്നും ഇതുവരെ കേരളം കാണാത്ത ഏർപ്പാടുകളാണ്. പ്രസക്തിയില്ലാത്ത ഒരു മുന്നണി, ഇടത് മുന്നണി, അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്ത് BJPയെ തടുത്തു നിർത്തുക എന്നുള്ളത് അവരെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ UPA വേണം, UPAൻ്റെ ശക്തി വേണം, UP കോൺഗ്രസിൻ്റെ എണ്ണം കൂടണം, UPA കക്ഷികളുടെ എണ്ണം കൂടണം. അപ്പം മാത്രമേ പ്രസിഡന്റ് ഈ BJPക്ക് പകരം മോഡിക്ക് പകരം അവരെ വിളിക്കുകയുള്ളൂ. അതാണിത്. അത് കേരളീയർ വിദ്യാസമ്പന്നരായ നിങ്ങൾക്കൊക്കെ മനസ്സിലായി. നിങ്ങളിതിനെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ ഇവിടുന്ന് വിജയം മണക്കുന്നു എന്ന് പറഞ്ഞത്. ഇവിടുത്തെ കണക്കുകളും കാര്യങ്ങളും ആളുകളുടെ ആവേശവും പ്രതികരണവും ഒക്കെ കണ്ടാലറിയാം പാലക്കാട് ഇത്തവണ മാറ്റം വരും, യാതൊരു സംശയവുമില്ല.